Hello dears, welcome to Thunder Kitchen Recipes. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല എരിവുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. കൊണ്ടാട്ടം മുളക് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗറും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊണ്ടാട്ടം മുളക് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൊണ്ടാട്ടം മുളകിന് നല്ല ഉപ്പും എരിവും ഉള്ളതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക. 2 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അരയണമെന്നില്ല, നല്ലതുപോലെ പൊടിഞ്ഞാൽ മതിയാകും. ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ചിരകിയ തേങ്ങ എടുക്കാം. ചിക്കൻ്റെ അളവ് അനുസരിച്ചാണ് തേങ്ങ എടുക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈഡ് ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. നമ്മളിത് പ്രോസസ്സിലോട്ട് പോകുമ്പോൾ ഇത് വീണ്ടും ഫ്രൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു 1/4 ഫ്രൈ ആയാൽ മതിയാകും. ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കി വന്ന എണ്ണയിലാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നത്. എണ്ണ ബാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കണം. ഫ്രൈ ആയ ചിക്കൻ എല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിൽ തന്നെ 3-4 വറ്റൽ മുളക് ചേർത്തൊന്ന് ചൂടാക്കാം. ഇതിൽ ആവശ്യത്തിന് എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും എണ്ണ ചേർത്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. മീഡിയം ഹീറ്റിലാണ് ഈ സമയത്ത് കുക്ക് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. സവാള ഒന്നും നല്ലതുപോലെ വഴന്നു വരുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സ്ക്വയറായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ക്യാപ്സിക്കമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി 1 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുക്കാം. ക്യാപ്സിക്കമൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ചിക്കനും ഈ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കൊണ്ടാട്ടം മുളക് ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കൊണ്ടാട്ടം മുളക് പൊടിച്ചത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. കൊണ്ടാട്ടം മുളകിൻ്റെ എരിവും ഉപ്പും ഒക്കെ മറ്റു മസാലയിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി തേങ്ങയും ചതച്ച മുളകും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പീരയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം കൊണ്ടാട്ട മുളകിന് നല്ല ഉപ്പുള്ളതാണ്, പിന്നെ എരിവും ഉണ്ട്. അതുകൊണ്ട് ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് നല്ല എരിവുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ തേങ്ങാപ്പീരയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. 1/2 കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.